ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. റംസാനൊക്കെ അല്ലേ വരുന്നത്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 2-3 വേവിച്ച മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. സ്ലൈസ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറക്കാട്ടെ. എത്രത്തോളം കുറക്കാൻ പറ്റുന്നോ അത്രയും ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിന്റെ മുകളിലോട്ട് ഇതുപോലെ ബ്രെഡിന്റെ സ്ലൈസ് വെച്ചു കൊടുക്കുക. ഇനി വേണ്ടത് മുകളിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചീസിന്റെ സ്ലൈസ് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിന്റെ മുകളിലോട്ടായിട്ട്. പിന്നെ വേണ്ടത് നമ്മൾ വേവിച്ച മുട്ട ഇതുപോലെ ഇങ്ങനെ 4 കഷ്ണം ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് 2 ബ്രെഡിലോട്ടും. ഇനി ഇതിന്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ എന്തായാലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അവസാനമായിട്ട് മല്ലിയില അരിഞ്ഞത് ഇതിന്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീസ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. കുറെ നേരം വെക്കണ്ട, അടിഭാഗം നല്ലോണം കരിഞ്ഞു പോകും. ചീസ് ഒന്ന് മെൽട്ടായാൽ നമുക്ക് ഇതുപോലെയും സെർവ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി കുറെ നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ മാറ്റാം. അപ്പൊ ഇത്രയും മതി. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒക്കെ വെച്ചാൽ മതി. ഇനി ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.